സാമുദായിക സന്തുലനത്തിന് അപ്പുറത്ത് സൈഫ് ഈ മുതിർന്ന നേതാക്കളെ പ്രത്യേകിച്ച് ചെന്നിത്തലയൊക്കെ എങ്ങനെ സെറ്റിൽ ചെയ്യും എന്നുള്ളതും ചോദ്യമല്ലേ? ഇപ്പോ ചെന്നിത്തല അതൃപ്തിയുടെ വലിയ ഒരു പാരമ്യത്തിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം പിടിക്കുന്നത് ആഭ്യന്തര വകുപ്പിനാണെന്ന ഒരു സൂചനകൾ ഇതിനകം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുമെന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശൻ എങ്ങനെയെങ്കിൽ പൊതുഭരണം മാത്രമാണ് ഉണ്ടാവുക, ധനകാര്യം കൂടി അദ്ദേഹം കൈയാളുമോ, പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ ആരെയായിരിക്കും, കെ മുരളീധരൻ എന്തായിരിക്കും എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ വലിയ വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ വലിയൊരു കടമ്പ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ചെറുതാണെങ്കിലും സങ്കീർണമായ കടമ്പകളാണ് ഇനിയുള്ളത്. ആ കടമ്പകളൊക്കെ ഈ കുറഞ്ഞ ദിവസത്തിനകം പിന്നിടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടോ സൈഫിന്? സൈഫ്, അതിനകത്ത് പ്രധാനമായി നോക്കിക്കാണേണ്ടത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്, യു.ഡി.എഫ് സർക്കാരിന്റെ മന്ത്രിസഭയുടെ കാലത്ത് രണ്ടാം ടേണിലേക്ക് വരുമ്പോഴാണ് മറ്റേ താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാവുകയും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് രമേശ് ചെന്നിത്തല വരികയും എല്ലാം ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പുകൾ നൽകിയാൽ മാത്രമേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ സെറ്റിൽ ചെയ്യാൻ പറ്റൂ. കാരണം അദ്ദേഹം മുതിർന്ന നേതാവാണ്, സതീശനേക്കാളും മുതിർന്ന നേതാവാണ്. ആ മന്ത്രിസഭയിൽ, സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ അംഗമായിരിക്കണമെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. അത് ആഭ്യന്തരം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. വി.ഡി. സതീശന്റെ മനസ്സിൽ ഇനി ആഭ്യന്തരം ഞാൻ തന്നെ കൈയാളിക്കൊള്ളാം എന്നുള്ള ആലോചനയുണ്ടോ? ധനകാര്യ വകുപ്പ് അത് കോൺഗ്രസ് ആണ് കൈയാളുന്നത്, കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അവിടെയും ചില ചോദ്യങ്ങളുണ്ട് സൈഫു. മുതിർന്ന നേതാക്കളായി പരിഗണിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇപ്പോൾ കെ മുരളീധരൻ, അദ്ദേഹം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വകുപ്പാണ് ഉള്ളത് എന്ന തോന്നലുണ്ടാക്കുന്നുണ്ട്. പി.സി. വിഷ്ണുനാഥ് മുതിർന്ന നേതാവല്ല എങ്കിൽ പോലും അദ്ദേഹം യുവ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിഗണന നൽകേണ്ടത് ഉണ്ട്. ഇവരുടെ എല്ലാം സമുദായങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് കോൺഗ്രസിന് മുന്നിലേക്ക് വരും. അവർക്ക് ആ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകുമ്പോൾ ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് എന്തൊക്കെ വകുപ്പുകൾ നൽകും എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ, അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ അവർ മറികടന്നു. ഇനിയുള്ളത് ഈ ചർച്ചകളാണ്. ആ ചർച്ച കോൺഗ്രസ് നേതൃത്വം വേഗത്തിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയുണ്ട്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണി ജോസഫിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വരുന്ന ആളാണ്, പാർട്ടിയെ സതീശനൊപ്പം നിന്ന് നയിച്ച ആളാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കണം. എന്നാൽ ഇന്ന് രാത്രിയോടുകൂടി പ്രാഥമിക ആലോചനകളും ചർച്ചകളിലേക്കും എന്തായാലും കോൺഗ്രസ് നേതൃത്വം കടക്കും. മുഖ്യമന്ത്രി സ്ഥാന തർക്കം പോലെ കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ഇനി അധികം പറയിക്കാതെ മന്ത്രിസ്ഥാന രൂപീകരണ ചർച്ചകളിലേക്ക്, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം വേഗത്തിൽ പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്. പിന്നീടുള്ളത് നാളെ വൈകുന്നേരം നടക്കുന്ന UDF-ന്റെ യോഗമാണ്. അതിലാണ് ഓരോ ഘടകകക്ഷികൾക്കും നൽകുന്ന മന്ത്രിമാരുടെ എണ്ണത്തിൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ? സ്പീക്കർ സ്ഥാനം ആർക്ക് കൊടുക്കും? ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആർക്ക് കൊടുക്കും? RSPക്ക് 1 മന്ത്രിസ്ഥാനം എന്തായാലും ഉണ്ടാകും. ജോസഫ് ആണെങ്കിൽ അതിൽ 7 MLA-മാരുണ്ട്. അവർക്ക് 2 മന്ത്രിസ്ഥാനവും 1 മന്ത്രിസ്ഥാനം ഒരു ക്യാബിനറ്റ് പദവിയും വേണമെന്ന് പറയുന്നു. 2 മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇനി ഒരു ക്യാബിനറ്റ് പദവി 1 മന്ത്രിസ്ഥാനം കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്യുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടി നാളെ ഉച്ചയോടുകൂടി അതിനകത്തൊരു ധാരണ ഉണ്ടാകും. സൈഫു, എന്തായാലും വലിയ കടമ്പ കടന്ന